കടച്ചക്ക വെച്ചിട്ട് ഒരു സൂപ്പർ ഉപ്പേരി ഉണ്ടാക്കിയാലോ? അപ്പോൾ അതാ ഞാൻ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചെറുതായി അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. പച്ചവെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി പോകും. ഇതാ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കടുകിട്ട് പൊട്ടിക്കുക. അതിലേക്ക് നമ്മൾ 2 വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തിട്ടോ, തേങ്ങ ചെറുതായി നുറുക്കിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് അധികം ബ്രൗൺ നിറാവേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് വഴഞ്ഞ് വന്നാൽ മതി. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ജീരകപ്പൊടി കേട്ടോ. വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കാൽ മുറി തേങ്ങ കേട്ടോ ചിരകി ഇട്ട് കൊടുത്തിട്ടുള്ളത്, അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കടച്ചക്ക അതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കുക കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കേട്ടോ, 1/4 കപ്പ് വെള്ളം മതി, അതും കൂടി ചേർത്ത് കൊടുക്കുക. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇത് വേഗം തന്നെ വെന്ത് കിട്ടും. അതും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇതൊന്ന് വേവിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മൾ കടച്ചക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം വറ്റാനുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് മൂടിയൊക്കെ തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചിട്ടെടുക്കുക. അപ്പോൾ അതാ നമ്മൾ കടച്ചക്ക നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്.